നമ്മുടെ അടീനിയത്തിൽ പൂക്കൾ നിറഞ്ഞുണ്ടാവും. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം നമ്മുടെ ചെടിയിൽ ഇതുപോലെ നിറഞ്ഞു പൂക്കളുണ്ടാവും. സെപ്റ്റംബർ മാസത്തിൽ പ്രൂണിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ ചെടികളിലൊക്കെ മുട്ടുകൾ വന്ന് പൂക്കൾ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ ഗാർഡനിൽ നല്ല ഭംഗിയാണ്. അധികം വെള്ളമൊന്നും ആവശ്യമില്ല. ഈ ചൂടുകാലം വരുന്നതോട് കൂടിയിട്ട് നല്ല സൺലൈറ്റ് കിട്ടുമ്പോൾ നമ്മുടെ ഡിസേർട്ട് റോസ് നിറഞ്ഞു പൂക്കളുണ്ടാവും. സെപ്റ്റംബർ മാസം വേണം ആദ്യം ഫസ്റ്റ് പ്രൂണിങ് ചെയ്യാൻ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പൂക്കൾ നിറഞ്ഞുണ്ടാവും. ഇത് നമ്മുടെ അഡീനിയം സിംഗിൾ പെറ്റൽ അഡീനിയം ഫ്ലവറാണ്. എല്ലാ ഏണിലും കണ്ട പൂക്കൾ ഇങ്ങനെ കൊലകൊലയായിട്ടുണ്ടായിട്ട് കുറേ ദിവസം വാടാണ്ടിരിക്കും ചെയ്യും. നല്ല ആരോഗ്യമുള്ള ചെടിയാണിത്. ഇത് പ്രാവശ്യം ഞാനിത് പൂക്കൾ കണ്ടപ്പോൾ ഞാൻ പ്രൂൺ ചെയ്തില്ല. ബാക്കി എല്ലാ ചെടിയും ഞാൻ പ്രൂൺ ചെയ്തു. ഈ ഒരു ചെടി മുട്ടൊക്കെ കണ്ടപ്പോൾ ഞാനത് പൂക്കൾ കൊഴിഞ്ഞു കഴിഞ്ഞിട്ട് പ്രൂൺ ചെയ്യാന്ന് വെച്ചു. അതുപോലെ തന്നെ ചെടിയുടെ കോഡക്സ് അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഒരു കംപ്ലൈൻറ്റും ഇല്ലാണ്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയുള്ളത് കുറേ പേര് പല ഡൗട്ടുകളും ചോദിച്ചിട്ടുണ്ട്. ഏത് സമയത്തൊക്കെ ഇനി പ്രൂണിങ് വേണ്ടേ, അങ്ങനത്തെ ഡൗട്ടുകൾക്കൊക്കെ ഉത്തരമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയുള്ളത്. ആദ്യത്തെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഡീനിയെ എപ്പോൾ പ്രൂൺ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലെ വീഡിയോ ഞാൻ ചെയ്തിട്ട് സെപ്റ്റംബർ മാസം കറക്റ്റ് മാസമാണ് നമ്മുടെ അഡീനിയത്തിന് ഫസ്റ്റ് പ്രൂണിങ് ചെയ്യാനായിട്ട്. അപ്പോൾ പ്രൂണിങ് ചെയ്തിട്ട് കൈയോടെ തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടായാലും റിപ്പോർട്ട് ചെയ്യാം. അത് നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരുവിധമൊക്കെ എല്ലാതും പ്രൂണിങ് ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ റിപ്പോർട്ടിങ് ചെയ്യാറുണ്ട്. കാലാവസ്ഥ നോക്കിയിട്ട് വേണം പ്രൂൺ ചെയ്യാനായിട്ട്. പ്രൂൺ ചെയ്യുമ്പോൾ മഴ പാടില്ല, ഹ്യൂമിഡിറ്റിയും പാടില്ല അന്തരീക്ഷത്തിൽ. അപ്പം പിന്നെ പെട്ടെന്ന് ചീയൽ രോഗം വരും. ഇപ്പം നമ്മുടെ കാലാവസ്ഥയൊക്കെ ആകെ മാറി മറിഞ്ഞ കാരണം നല്ല വെയിൽ നോക്കി വേണം നമ്മൾ പ്രൂൺ ചെയ്യാനായിട്ട്. സെപ്റ്റംബർ മാസത്തിൽ പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടുകൂടി തന്നെ പൂക്കളും മുട്ടുകളൊക്കെ ആയിട്ട് പുതിയ തളിർപ്പ് വരും. അപ്പം പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ടൈം നോക്കിയിട്ട് നമ്മൾ പ്രൂൺ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ പൂക്കളില്ലാത്ത ഏതാ ചില്ലാന്ന് വെച്ചാൽ ഇവിടെ പൂക്കളില്ല, അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് പ്രൂൺ ചെയ്യാം. അങ്ങനെയും ചെയ്യാം കേട്ടോ. പ്രൂണിങ് അപ്പോൾ വർഷത്തിൽ 2 തവണ ചെയ്യണം. അതാണ് നമ്മുടെ അഡീനിയത്തിന് ഏറ്റവും നല്ല കാര്യം. ചെടി നന്നാവാനും കോഡക്സ് വലുതാവാനും ഒക്കെ പ്രൂണിങ് 2 പ്രാവശ്യം ചെയ്യണം. ചെടി ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ട ഏറ്റവും വലിയ ട്രിപ്പാണ് 2 പ്രാവശ്യം ചെടീനെ പ്രൂൺ ചെയ്യണം. നല്ലോണം പ്രൂൺ ചെയ്താൽ പൂക്കാവടി പോലെ നമ്മുടെ അഡീനിയത്തിൽ പൂക്കളുണ്ടാവും. അതാണ് ഫസ്റ്റ് കാര്യം. വെയിൽ നോക്കിയിട്ട് വേണം നമ്മൾ പ്രൂൺ ചെയ്യാൻ. പൂക്കളും മുട്ടുകളും ഇല്ലാത്ത ചില്ല നോക്കിയിട്ട് പ്രൂൺ ചെയ്യുക. ഫസ്റ്റ് പ്രൂണിങ് സെപ്റ്റംബറിൽ. പിന്നെ ഒരു 4 മാസം കഴിയുമ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞു വരുമ്പോൾ നമുക്ക് അത് നോക്കിയിട്ട് പ്രൂൺ ചെയ്യാം. പിന്നെ ഒരു ആൾ ഡൗട്ട് ചോദിച്ചതിന് ഇലകളൊക്കെ മഞ്ഞച്ച് ഇങ്ങനെ കൊഴിഞ്ഞു പോകണു എന്നുള്ളത്. അത് ഓവർ വാട്ടറിങ് ആയാൽ, അതായത് വെള്ളം ചെടിയിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ അഡീനിയത്തിൻ്റെ ഇലകൾ കൊഴിഞ്ഞു പോകും. അത് സാധാരണ സംഭവമാണ്. നമ്മുടെ ചട്ടിയിലെ മണ്ണ് നോക്കി ഡ്രൈ ആകുമ്പോൾ മാത്രം നമ്മൾ ചെടിക്ക് നനച്ചു കൊടുക്കാൻ പാടുള്ളൂ. അതാണ് മെയിൻ കാര്യം. വെള്ളം കുറഞ്ഞു പോയാലും നമ്മുടെ അഡീനിയത്തിന് ഇലകൾ മഞ്ഞയ്ക്കാൻ വഴിയുണ്ട്. ഈ 2 കാരണം കൊണ്ടാണ് ഇലകൾ മഞ്ഞച്ച് പോവുക. പിന്നെ അതുപോലെ തന്നെ ഈ ചെടിക്കൊക്കെ പെർഫെക്റ്റ് ആക്കിയാണ്. മിലിപ്പെഗൊക്കെ ഉണ്ടെങ്കിൽ വെളുത്തിട്ട് ഇലകളുടെ അടിയിൽ ശ്രദ്ധിച്ചറിയാം, ഇങ്ങനെ വെള്ളപ്പൊടികൾ കാണും. അതുണ്ടെങ്കിലും ആ മിലിപ്പെഗൊക്കെ നമ്മുടെ ചെടിയുടെ ഇലകളിലത്തെ നീരൊക്കെ ഊറ്റി കുടിച്ചിട്ട് ഇല ഒരു ജീവമില്ലാത്ത പോലെയാവും. അങ്ങനെ മുട്ടുകളും അതുപോലെ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള കാര്യം, ഇലകൾ മഞ്ഞച്ച് കൊഴിഞ്ഞു പോണേന്. പിന്നെ കോഡക്സ് നമ്മൾ തൊട്ട് നോക്കണം. കോഡക്സ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ താന്ന് പോകണ്ടെങ്കിൽ, അതായത് കോഡക്സിന് ചീയൽ രോഗം പറ്റിയിട്ടുണ്ടാവും. അങ്ങനെ വന്നാലും നമ്മുടെ ചെടിയുടെ മുകളിൽ നിന്ന് ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. തണുപ്പുള്ള സമയത്ത് നമ്മുടെ അഡീനിയം ചെടി സെൽഫ് പ്രൊട്ടക്റ്റീവ് ഭാഗമായിട്ടും നമ്മുടെ അഡീനിയത്തിൻ്റെ ഇലകൾ കൊഴിച്ച് കളയാറുണ്ട്. അപ്പോൾ അഡീനിയത്തിന് വേറൊരാൾ ഡൗട്ട് ചോദിച്ചതാണ് അഡീനിയത്തിൻ്റെ വേരുകൾ കട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ അഡീനിയം ചെടിയുടെ കോഡക്സ് നല്ല ഭംഗിയിൽ നല്ല ഉരുണ്ട് ഒരേ ഷേപ്പിൽ വരണമെങ്കിൽ നമ്മൾ റൂട്ട്സ് ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. ഇതുമെന്നൊക്കെ ഒരു റൂട്ട് വന്നിട്ട് ജസ്റ്റ് മണ്ണിൽ ടച്ച് ചെയ്തിട്ടില്ല എന്നാൽ അതിൻ്റെ കാര്യം ആവശ്യമില്ല ചെടിക്ക്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളയുമ്പോൾ ചെടി നല്ല ഭംഗിയിൽ നിൽക്കും. അപ്പോൾ വേരുകൾ പ്രൂൺ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സ്റ്റെമ്മ് പ്രൂൺ ചെയ്യുന്നതോടുകൂടി തന്നെ അഡീനിയത്തിൻ്റെ വേരുകളും പ്രൂൺ ചെയ്യണം. വേറെ ഒരാൾ ചോദിച്ചുള്ളത് എന്തുകൊണ്ടാണ് കോഡക്സ് ചീഞ്ഞു പോകണമെന്നുള്ളതാണ്. കോഡക്സ് ചീഞ്ഞു പോകുന്നത് നമ്മൾ മഴക്കാലത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കോഡക്സ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. വെള്ളം വാർന്നു പോവാണ്ട് കെട്ടി നിൽക്കുന്ന കാരണമാണ് ചെട്ടിയിൽ നിന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് പെട്ടെന്ന് നമ്മുടെ കോഡക്സ് ചീഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ ഇലകൾ കൊഴിഞ്ഞത് കളയണം. അങ്ങനെ ചെയ്തില്ലെങ്കിലും ചെടിക്ക് പെട്ടെന്ന് കോഡക്സിൽ നിന്ന് അഴുകൽ രോഗം വരും. അതുപോലെ തന്നെ നല്ല ഹോൾസ് ഉള്ള ചെടിച്ചട്ടി അതിൽ വേണം നമ്മൾ നല്ല വെള്ളം വാർച്ചുള്ള ചെടിച്ചട്ടി സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അഡീനിയം ചെടി നടാനായിട്ട്.
പ്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രഷ് ബ്ലേഡ് വേണം യൂസ് ചെയ്യാനായിട്ട്. അതെല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 ഇഞ്ച് മുകളിലായിട്ട് കട്ട് ചെയ്യണം. അപ്പം നിറച്ച് ശാഖകൾ വരും. അതുപോലെ തന്നെ വർഷത്തിൽ 2 പ്രാവശ്യം പ്രൂൺ ചെയ്യണം. ചെടികൾക്ക് നല്ല ആരോഗ്യത്തിൽ വളരാൻ വേണ്ടി. അതുപോലെ തന്നെ വേരുകളും പ്രൂൺ ചെയ്യണം. ഇതാണ് പ്രൂണിങ്ങിന് വേണ്ട ടിപ്സ്. അതുപോലെ തന്നെ പ്രൂൺ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യമാണ് സാഫ്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കലക്കി പ്രൂൺ ചെയ്ത ഭാഗത്തൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കണം. എന്നാലാണ് നമ്മുടെ ചെടിയിലേക്ക് വെള്ളം ഇറങ്ങാണ്ട് നിൽക്കുക. ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. ചെടി പ്രൂൺ ചെയ്ത് റീപോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മണ്ണിൽ കൂടെ മിക്സ് ചെയ്യേണ്ടത് വെർമി കമ്പോസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ അഡീനിയം ചെടി നല്ല കരുത്തിൽ വരും. ചെടിയുടെ കോഡക്സ് വലുപ്പം വയ്ക്കാനും വെർമി കമ്പോസ്റ്റ് നല്ലതാണ്. അഡീനിയത്തിൻ്റെ ഇതേ ഒരു കൊമ്പ് കണ്ടില്ലേ, തുമ്പ് ഇങ്ങനെ ചീഞ്ഞ് നിൽക്കണ കണ്ട. ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ അപ്പം തന്നെ പ്രൂൺ ചെയ്യേണ്ടത് മാറ്റണം. അപ്പം നമ്മൾ ജസ്റ്റ് ഇവിടെ പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് കളയണം. പുതിയ ബ്ലേഡ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഇതൊക്കെ പറഞ്ഞുള്ളതാണ്. അതിപ്പോൾ ജസ്റ്റ് ചെടിയും എപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പോൾ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒപ്പി സാഫ് തേക്കണം. അതാണ് മെയിനായിട്ട് വേണ്ട കാര്യം. അപ്പോൾ നമ്മുടെ ചെടിയിൽ ഒരു കംപ്ലൈൻറ്റ് വെല്ലുവിടെ വെച്ച് തന്നെ ആ ചീയൽ രോഗം നിന്നോളും. ഈ ഒരു പോർഷനിൽ തന്നെ ചീയൽ നിന്ന് ഓക്കെ ആയിക്കോളും. അല്ലെങ്കിൽ ഇങ്ങനെ ആ കൊമ്പുമ്പോൾ ഇങ്ങനെ ചീയൽ ഇറങ്ങി കോഡക്സ് മൊത്തം പോവും. അപ്പോൾ ചെടീനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിരീക്ഷിക്കണം, എന്തൊക്കെ മാറ്റങ്ങൾ ചെടിക്ക് വരണമെന്ന്. അപ്പോൾ നമ്മുടെ ചെടീനെ അനുസരിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ ഒരാൾ ഡൗട്ട് ചോദിച്ചതിന് അഡീനിയത്തിൻ്റെ മുട്ടുകൾ കൊഴിഞ്ഞു പോകണമെന്നുള്ളത്. അഡീനിയത്തിൻ്റെ മുട്ടുകൾ കൊഴിഞ്ഞു പോകുന്നത് ഇതുപോലെ ചെടിയുടെ ഇലകളുടെ ബാക്കിൽ മിലിപെഗ് ഉണ്ടാകുമ്പോഴൊക്കെയാണ് ഇലകളുടെയും മുട്ടുകളുടെയും ഒക്കെ നീര് ഊറ്റി കുടിച്ചിട്ടാണ് ചെടികളിൽ ഈ മുട്ടുകളൊക്കെ കൊഴിഞ്ഞു പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ മിലിപെഗിനെ കളയണം. ഇതാണ് മിലിപെഗ്, കണ്ട വൈറ്റ് കാണുന്നത്. അപ്പം കൈയോടെ തന്നെ നമ്മൾ നശിപ്പിച്ച് കളയണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങനെ പടർന്ന് പിടിക്കും. നല്ല സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ മിലിപെഗ് അങ്ങനെ നിറയില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ സാധാരണ യൂസ് ചെയ്യുന്ന ഷാമ്പു ഡൈലൂട്ട് ചെയ്ത് ദിവസം ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുത്താൽ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെന്ന് വെച്ചാൽ അത് മാറിക്കോളും, പെട്ടെന്ന് അത് നശിച്ചു പൊക്കോളും. അധികമാകുമ്പോൾ നമ്മൾ വേപ്പെണ്ണ മിശ്രിതമൊക്കെ സ്പ്രേ ചെയ്യണം. അതൊക്കെ ചെയ്താലേ അത് മാറുള്ളൂ. നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചാണകപ്പൊടിയും വെർമി കമ്പോസ്റ്റും സോയിലും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ചെടിച്ചട്ടി റീപോർട്ട് ചെയ്യാനായിട്ട്. അത് വളരെ നല്ല റിസൾട്ട് കിട്ടും. DAP നമ്മുടെ അഡീനിയത്തിൽ പൂക്കൾ നിറഞ്ഞുണ്ടാവാൻ നല്ലൊരു വളമാണ്. അത് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും 4-5 മണി വീതം ചെടിയുടെ കടയ്ക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൂക്കൾ നിറഞ്ഞുണ്ടാവും. അതൊരു ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പൂക്കൾ പെട്ടെന്ന് നിറഞ്ഞുണ്ടാവാൻ വേണ്ട വളം ഏതാന്ന്. അപ്പോൾ DAP നല്ലൊരു വളമാണ്. NPK വളം 19-19-19 നമ്മളൊരു നുള്ളെടുത്ത് നമ്മുടെ ബോട്ടിലാക്കി സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏത് പൂക്കാത്ത ചില്ലും പൂത്ത് നിറച്ച് പൂക്കളുണ്ടാവും. അഡീനിയത്തിന് വളരെ പെട്ടെന്ന് പൂക്കളുണ്ടാവാനും ഇത് വളരെ നല്ലതാണ്. ഇതാണ് നമ്മുടെ അഡീനിയത്തിൻ്റെ കുഞ്ഞു തൈകൾ. അപ്പോൾ ഒരാൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അഡീനിയത്തിൻ്റെ തൈകൾ ഏത് പ്രായത്തിൽ വേണം നമ്മൾ നട്ടുപിടിപ്പിക്കാൻ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു തൈ കറക്റ്റ് പാകണം നമ്മൾ മാറ്റി നടാനായിട്ട്. ആദ്യം തന്നെ ചെറിയ ചെടിയിൽ അനുസരിച്ചുള്ള ചെറിയ പോട്ടിൽ നട്ടുപിടിപ്പിക്കണം. നല്ല ഹോൾസ് ഉണ്ടായിരിക്കണം. മണ്ണ്, ഗാർഡൻ സോയിൽ, ചാണപ്പൊടി, പിന്നെ ഇപ്പോൾ കെമിക്കലൊന്നും ചേർക്കരുത്, വെർമി കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്തതിൽ വേണം നമ്മൾ അഡീനിയം ചെടി നട്ടുപിടിപ്പിക്കാനായിട്ട്. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റേജിൽ വേണം നമ്മൾ ചെടി ഒന്ന് കരുത്തായിട്ട് വന്നിട്ട് വേണം നമ്മൾ കെമിക്കലുള്ള ഫെർട്ടിലൈസർ ചേർക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ചെറിയ തൈകൾ നല്ല വെള്ളം വാർച്ചയുള്ള ചെടിച്ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വലുതായിക്കോളും. കാലാവസ്ഥ പെട്ടെന്ന് മാറ്റം വരുമ്പോൾ ചെടിച്ചട്ടി പെട്ടെന്ന് തന്നെ പൂക്കൾ കൊഴിക്കാറുണ്ട്, അതുപോലെ മുട്ടും കൊഴിക്കാറുണ്ട്. അത് ചെടിയുടെ ഒരു സ്ട്രെസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടീഷൻ ഓക്കെ ആകുമ്പോൾ, അതായത് നല്ല വെയിലുള്ള കണ്ടീഷൻ ആകുമ്പോൾ നമ്മുടെ ചെടി സാധാ ലെവലിൽ പൂക്കളുണ്ടാവും. പിന്നെ പൊട്ടാഷ് കുറഞ്ഞാലും നമ്മുടെ അഡീനിയം ചെടിയിലേക്ക് പൂക്കൾ കുറയാറുണ്ട്. അപ്പോൾ പൊട്ടാഷ് ചേർത്ത വളം വളരെ നല്ലതാണ്. അത് NPK ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ DAP വളരെ നല്ലതാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് കുറച്ച് പേര് ഡൗട്ട് ചോദിച്ചുള്ളത്. അതെല്ലാതും കൂടി ഞാനൊരു വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തിയത്.